ഹായ്, നമ്മുടെ LMS പേജിൽ എങ്ങനെയാണ് വ്യത്യസ്ത ബ്ലോക്കുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കാനാണ് ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമായി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നമ്മൾ കോഴ്സ് പേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് നേരെ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് എത്തുന്നു. അവിടെ വ്യത്യസ്തമായ കോഴ്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ വ്യത്യസ്ത പ്രോഗ്രാമുകളുടെ വ്യത്യസ്ത കോഴ്സുകളുടെ വരുന്നു. അപ്പൊ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് ഈ ഒരു കോഴ്സിലേക്ക് ലോഗിൻ ആവുകയാണ്. ആ ഒരു കോഴ്സ് ആക്സസ് ചെയ്യുകയാണ്. അവിടെ കോഴ്സിൽ ഈ രീതിയിൽ വ്യത്യസ്തമായ കണ്ടന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോരോ കോഴ്സിന്റെയും ലേഔട്ടിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. തീമുകൾ, അപ്പൊ നിങ്ങളുടെ കോളേജിൽ ഫോളോ ചെയ്യുന്ന തീം ഏതാണ് എന്നുള്ളത് കൃത്യമായി നോക്കുക. ഇവിടെ പട്ടാമ്പി കോളേജിൽ ഫോളോ ചെയ്യുന്ന ഒരു സൈറ്റിൽ ഈ രീതിയിൽ വലതുവശ ഡീറ്റെയിൽസ് എല്ലാം വരുന്ന രീതിയിലാണ്. നമുക്ക് മഹാരാജാസ് കോളേജിൽ ആണെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ ഒരു പാറ്റേൺ. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ബ്ലോക്കുകൾ വരുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏതെല്ലാം കോഴ്സുകളാണ് ഉള്ളത് എന്ന രീതിയിൽ. അപ്പൊ ഞാൻ ഈ രണ്ട് ലേഔട്ടും മാറി മാറി കാണിക്കുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതാണ് നമ്മുടെ കോളേജിൽ ഫോളോ ചെയ്യുന്നത്, ആ ഒരു തീം, ആ ഒരു പാറ്റേൺ നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് പട്ടാമ്പി കോളേജിലെ ട്രെയിനിങ് സൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എത്തിയതിനു ശേഷം ഇവിടെ ഇപ്പം ഈ ഒരു ട്രെയിനിങ് ഏരിയ എന്നുള്ള കോഴ്സ്. അപ്പൊ ഇവിടെ ഇടതുവശത്ത് വന്നിരിക്കുന്ന വ്യത്യസ്ത ബ്ലോക്കുകൾ, ഇത് ഓരോന്നും തന്നെ നമ്മളുടെ ഏത് കോഴ്സാണ് എന്ന രീതിയിലാണ്. ഇപ്പം മെയ് 2020 മുതൽ പട്ടാമ്പി കോളേജ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് വേണ്ടി നടത്തിയ ഒരു കോഴ്സിന്റെ സമ്മറിയാണ് ആ കാണുന്നത്. ആ കോഴ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തതോടുകൂടി അതിലെ പ്രീ കോഴ്സ് ആക്ടിവിറ്റി ഡേ 1, ഡേ 2 എന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്നും കാണുകയും അവിടെ കോഴ്സിന്റെ മെറ്റീരിയലുകൾ അവിടെ കാണുകയും ചെയ്യും. എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആദ്യമായിട്ട് നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ, സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവിടെ ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ള ഒരു ടാബ് നമുക്ക്, ആ ഒരു ബ്ലോക്ക് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇവിടെ ഈ ഒരു ഐക്കണിൽ ഇവിടെ ഒരു ഗിയർ മെനു എന്ന് പറയുന്ന, ആക്ഷൻ മെനു എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മെനു, സെറ്റിംഗ്സിന്റെ മെനുവിൽ താഴെയായിട്ടാണ് ഈ ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ളത്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം വരികയാണ്. ഇപ്പൊ ഇവിടെ ഞാൻ പ്രീ കോഴ്സ് ആക്ടിവിറ്റിയിൽ എനിക്കൊരു പുതിയ ആക്ടിവിറ്റി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന പോപ്പപ്പ് ചെയ്ത് വരുന്ന ആ ഒരു വിൻഡോയിൽ ധാരാളം ടൂളുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ ഇതിങ്ങനെയാണ് വരുന്നത്. ഞാൻ പട്ടാമ്പി കോളേജിലെ ബേസിക് LMS സൈറ്റിലെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്, ഇവിടെ എനിക്ക് ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓക്കെ ടേൺ എഡിറ്റിംഗ് ഓൺ എന്ന് കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു കോഴ്സാണ്, പട്ടാമ്പി കോളേജിൽ നേരത്തെ ചെയ്ത ഒരു കോഴ്സ്. ഓക്കെ, ഇതിലിപ്പോ എവിടെയെങ്കിലും ഒരു പുതിയ ലാസ്റ്റ് ഒരു ആഡ് ഒരു ടോപ്പിക്, പുതിയൊരു മോഡ്യൂൾ എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ടോപ്പിക് എന്നാണ് കൊടുക്കേണ്ടത്. എത്ര മോഡ്യൂൾ എന്നുള്ളത് ഞാനിപ്പം 1 എന്ന് കൊടുത്തു. ഏറ്റവും താഴെയായിട്ട് ആ ഒരു മോഡ്യൂൾ ആഡ് ചെയ്യപ്പെടും. ഇനി അതിന് താഴെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വിവരങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ, അതിനകത്ത് ടോപ്പിക്കിന്റെ പേര് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ റിവിഷൻ എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, റിവിഷൻ ഏരിയ. ഓക്കെ, എന്നിട്ട് നമ്മൾ എൻഡർ കീ അടിച്ചാലാണ് ആ പേര് മാറുന്നത്. ടോപ്പിക് എന്നുള്ളത് മാറി റിവിഷൻ ഏരിയ എന്നുള്ളത് അവിടെ വരുന്നു. റിവിഷൻ ഓഫ് പ്രീവിയസ് സെഷൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് കൊടുക്കുന്നു. ഇവിടെ കൊടുത്തപ്പോൾ ഉള്ള ലേഔട്ട് നിങ്ങൾ നേരത്തെ കണ്ടതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തീമിലുള്ള വ്യത്യാസമാണ് ഈ വരുന്നത് ഓരോന്നും. ഇവിടെ ചില ഗെയിമിഫിക്കേഷൻ ടൂളുകൾ അടക്കം നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചു കാലമായി ഉപയോഗിക്കുന്ന ഒരു LMS ഏരിയ എന്ന രീതിയിൽ സന്തോഷം, പക്ഷേ അതിനകത്ത് കുറെ അധികം മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇവിടേക്ക് ആഡ് ആൻ ആക്ടിവിറ്റി റിസോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടൂളുകൾ. നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ധാരണ നമുക്ക് ഉണ്ടാവണം. ഞാനിപ്പോൾ മോഡൽ ടൂൾ ഗൈഡ് ഫോർ ടീച്ചേഴ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. അപ്പൊ തന്നെ ആദ്യം തരുന്നത് നമ്മുടെ മോഡലിന്റെ ഒരു പ്രത്യേകത, ധാരാളം കമ്മ്യൂണിറ്റി സപ്പോർട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരു പ്യൂർലി ഒരു എഡ്യൂക്കേഷണൽ ഒരു സോഫ്റ്റ്വെയർ എന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് അതിന്റെ എല്ലാം അപ്പുറത്തേക്കുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു പാക്കേജ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാനാകും.
ഇവിടെ മൂഡൽ ടൂൾ ഗൈഡ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ള ഒരു പോർട്ടലിലേക്ക് നമ്മൾ ഒരു പേജിലെത്തുന്നു. അവിടെ വ്യത്യസ്ത ടൂളുകൾ നമുക്കറിയാം. ബ്ലൂംസ് ടാക്സോണമിയുടെ 6 ലെവലുകളെ കുറിച്ച് അറിയാം. നമുക്ക് ഏതെല്ലാം ലെവലുകളിലാണ് ഈ ഓരോ ടൂളുകൾ കൊണ്ട് സഹായകമാകുന്നത് എന്നാണ് ഈ ഒരു പേജിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ ഇപ്പൊ ടെക്സ്റ്റ് ആൻഡ് മീഡിയ ഏരിയ ലേബൽ എന്നുള്ളത് അതിന്റെ നമുക്ക് ഒരു ടൂൾ ഉപയോഗിക്കാൻ നമ്മളെ ശീലിപ്പിക്കുന്നത് അതിന്റെ ഈസ് ഓഫ് യൂസ് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു പേജിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടൂളിന്റെയും യൂസ്, അതിന്റെ ഫീച്ചേഴ്സ്, അത് ഏതെല്ലാം കോഗ്നിറ്റീവ് ലെവലിലേക്ക് നമ്മളുടെ വിദ്യാർത്ഥികളുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം തരുന്നു എന്നുള്ളതൊക്കെ അടക്കമുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫയൽ എന്ന ടൂള് അതൊരു അതൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണോ? അല്ല, അതൊരു കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷന് വേണ്ടിയുള്ള ഒരു ടൂൾ കിറ്റിലെ ടൂൾ എന്ന് കണക്കാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആ ഒരു പരിമിതി മറികടക്കാനായി പറ്റും. നമ്മളൊരു ഫയൽ കൊടുത്തിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വായിച്ച് അതിന്റെ വോയിസ് തിരിച്ചിടാൻ പറയുക, ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് അത് തിരിച്ചിടാൻ പറയുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കി, ഒരു അനലറ്റിക്കൽ ആയിട്ട് അതിനെ ഒന്ന് വിലയിരുത്തി തുടർന്ന് ഒരു കുറിപ്പ് തയ്യാറാക്കി തിരിച്ചു തരാൻ പറഞ്ഞാൽ അതിന് ഒരു റിസോഴ്സ് എന്നുള്ള പരിമിതിക്ക് അപ്പുറത്തേക്ക് മാറി അതൊരു ആക്ടിവിറ്റി മോഡിലേക്ക് ഉയരും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ടൂൾ കിറ്റിലെ വ്യത്യസ്ത ടൂളുകൾ, ഇത് ഓരോരോ ടൂളുകളായി നമ്മൾ വിശദമായി പരിചയപ്പെടാം. ഓരോ ടൂളും എന്തിനൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് 1-2 അടിസ്ഥാന ടൂളുകൾ മാത്രമുണ്ടെങ്കിൽ തന്നെ LMS ഭംഗിയായി ഉപയോഗിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പറയുന്ന ടൂളുകളൊക്കെ ഒന്ന് പരിചയിച്ച് നമുക്ക് LMS നമ്മളുടെ വിദ്യാർത്ഥികളുമായി ഏറ്റവും ഭംഗിയായി ഇന്ററാക്ട് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് നമ്മുടെ കോളേജിലെ LMS പേജിനെ മാറ്റുന്ന രീതിയിലുള്ള ഒരു ശ്രമം നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടിയുള്ളൊരു നമ്മൾ ഒരുമിച്ച് കുറച്ച് ഡിസ്കഷനുകൾ നടത്തുക എന്നുള്ളതാണ് തുടർ